വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കൂലി, ദ മൂവി ഓഫ് രജനിസം. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന കൂലി ഇന്ന് റിലീസായി. പോയി കണ്ടു. രാവിലത്തെ ഷോയ്ക്ക് തന്നെ പോയി കണ്ടിട്ടുണ്ട്. ലോകേഷിന്റെ സംവിധാനത്തിൽ, അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ദ സ്വാഗ് മൂവി, ഒരു മാസ് പടം, രജനീകാന്തിന്റെ പടം എങ്ങനെയാണോ ഉണ്ടാവുക, ദാറ്റ് ടൈപ്പ് ഓഫ് മൂവി. അതായത് മാസ്, നമുക്ക് തിയേറ്ററിൽ നിന്ന് കൈയടിക്കാൻ പറ്റുന്ന കുറേ സീനുകൾ അവർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഫാൻ ഗേൾ അല്ലെങ്കിൽ ഫാൻ ബോയ് ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ പേപ്പറൊക്കെ വാരി വെതറി കൈയൊക്കെ അടിച്ചിട്ട് മാത്രമേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. ഇനി നമുക്ക് സിനിമയിലോട്ട് വരാം. സിനിമയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പല മൂവീസുമായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നും. ആൻഡ് അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത കുറേ മാസ് സീനുകൾ മൂവിയിലുണ്ട്. പിന്നെ ഹൈപ്പ്, നമ്മൾ എത്രത്തോളം മേ ബി എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. നമ്മൾ നല്ല രീതിക്ക് എക്സ്പെക്ട് ചെയ്തു, ആ ഒരു എക്സ്പെക്ടേഷൻ അത്രയും മൂവി നമുക്ക് തന്നിട്ടില്ല. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്, അത് ആ മൂവിക്ക് വേറെ ലൈഫ് കൊടുക്കുന്നുണ്ട്. പടം പാൻ ലെവലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാമിയോസിനെ കൊണ്ടുവന്നിട്ട് ഒരു പാൻ ഇന്ത്യൻ മൂവി ആക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, അത്രക്കൊന്നുമില്ല. അതായത് ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ആർ എ രജനീകാന്ത് ഫാൻ യു ക്യാൻ വാച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അടി മാസ് പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ പോയി കാണാം. അതല്ലാണ്ട് ഒരു വലിയൊരു ഇമ്പാക്ട്, ഒരു LCU ബേസ് ചെയ്തൊരു ഇമ്പാക്ട്ഫുൾ മൂവി അതിരുന്നിട്ട് അങ്ങനത്തെ ഒരു ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു മൂവി അല്ല അത്. സോ അതിലേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. തിയേറ്ററിൽ പോയി തന്നെ മസ്റ്റ് വാച്ച് ആയിട്ട് കാണണം എന്ന് പറയാൻ മാത്രമൊന്നും അതിലില്ല. ഒരു രജനീകാന്തിന്റെ ഒരു ഫൈറ്റ് മൂവി, നോർമൽ എങ്ങനെയാണ് ഉണ്ടാവാറ് അതുപോലത്തെ ഒരു ഫൈറ്റ് മൂവി സ്റ്റോറി സൈഡിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വേറൊരു സ്പോയിലർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അതിൽ റിവീൽ ചെയ്യുന്നില്ല. പറഞ്ഞിട്ടുണ്ട് റിവീലാവും. പിന്നെ അമീർ ഖാൻ, അല്ല അതിൽ ബാക്കി അഭിനയിച്ചിരിക്കുന്ന കുറെ ആളുകൾ, സൗബിനെ കുറിച്ച് പറയാനുണ്ട്. അതായത് അഭിനയിച്ച് തകർത്തിട്ടുണ്ട് ആള്. അത് കയ്യടി മേടിച്ചെടുക്കുന്ന സീനുകൾ കുറെ ഉണ്ട്. മെയിൻ ക്യാരക്ടർ അത് ആ ഒരു എൻ്റെ മൂവിയിൽ നമുക്ക് സൗബിനെ സൂപ്പർ, വേറെ ഒന്നും പറയാം. സൗബിൻ കലക്കിയിട്ടുണ്ട് അതിൽ. ആ പാട്ട് വന്നപ്പോൾ നമ്മളെല്ലാവരും സൗബിന് വേണ്ടി എങ്ങനെയാണ് കൈയടിച്ചത്, അതേപോലെ തന്നെ തിയേറ്ററിൽ സൗബിന്റെ മിക്ക കാര്യങ്ങൾ കാണുമ്പോഴും നമ്മൾ കൈയടിക്കും. യേശിന്റെ പടങ്ങളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് ഈ ഒരു മൂവിയിൽ കിട്ടിയിട്ടില്ല. ലിയോ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ലിയോ ഈസ് ബെറ്റർ, അത്ര മതി. ലിയോ ഈസ് ബെറ്റർ. അതല്ലാണ്ട് ഇതിന് വേറൊന്നും പറയാനില്ല. അത്രേ ഉള്ളൂ ആ പടത്തിൽ. ആൻഡ് ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഞാൻ ഒരു രജനീകാന്ത് ഫാൻ ആയതുകൊണ്ട് തന്നെ ആ പടം ഞാൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതല്ലാണ്ട് നമ്മൾ പടത്തിലേക്ക് പോണ സമയത്താണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊരു ഫാൻ ബോയ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.